ഇന്ന് നമുക്ക് സദ്യക്കും ഊണിനും ഒക്കെ വിളമ്പാൻ പറ്റിയ പൈനാപ്പിൾ കൊണ്ടൊരു പച്ചടി ഉണ്ടാക്കിയാലോ. ഒരു ചെറിയ പൈനാപ്പിളിന്റെ 1/4 ഭാഗം നമ്മളിങ്ങനെ ചെറിയ പീസുകളായിട്ട് മുറിച്ചെടുക്കുക. ഈ ഭാഗം നമ്മളിങ്ങനെ നന്നായിട്ടൊന്ന് അരച്ച് പേസ്റ്റ് രൂപത്തിലാക്കണം. ഒരു അരമുറി തേങ്ങ നമ്മൾ ചിരണ്ടിയിട്ട് നന്നായിട്ട് അരയ്ക്കണം. അതിനു മുമ്പ് നമ്മൾ ആ പൈനാപ്പിൾ ഒന്ന് വേവിച്ചെടുക്കണം. നമ്മൾ ഈ ചട്ടിയിലേക്ക് ഈ പൈനാപ്പിൾ ഇടണം. അതിനകത്തേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അതിലേക്ക് 1 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക, ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക, ഒരു കുറച്ച് ഉപ്പ് കൂടി ഇട്ടിട്ട് 1 സ്പൂൺ ഉപ്പ് കൂടി ഇട്ടിട്ട് നമ്മൾ അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് വേവിക്കണം. അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് വേവിക്കണം. ഒരു 10 മിനിറ്റ് ഇരുന്ന് വേവട്ടെ. അത് വേവുന്ന സമയത്ത് നമുക്ക് ഈ അരമുറി തേങ്ങ എടുത്തിട്ട് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം. ഇതേ നന്നായിട്ട് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പം നമ്മളിത് 15 മിനിറ്റ് നന്നായിട്ട് വേവിച്ചു. ഇത്രയും വെന്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മളിനി ആ അരച്ചു വെച്ചിരിക്കുന്ന ആ പൈനാപ്പിളിൻ്റെ പേസ്റ്റ് ഇതിനകത്തേക്ക് ചേർക്കണം. അത് ചേർത്ത് കഴിഞ്ഞ് അതിനകത്തേക്ക് നമ്മൾ ചേർക്കേണ്ടത് ഒരു 3 സ്പൂൺ ശർക്കരപ്പൊടി ചേർക്കണം. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ശർക്കരപ്പൊടി നമ്മളിങ്ങനെ ഒരു 3 സ്പൂൺ ചേർക്കാം, 3ഓ 4ഓ ചേർക്കാം, മധുരത്തിനനുസരിച്ച്. നന്നായിട്ട് നമ്മൾ ഈ വെള്ളം വറ്റണേടം വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. അതിൻ്റെ ആ വെള്ളം ഒന്ന് ഇച്ചിരി വറ്റണം. അതുവരെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം. അതിനകത്തേക്ക് നമ്മൾ ഈ അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങ ചേർക്കണം. അത് നമ്മൾ ഇളക്കി കൊടുത്ത് ആ വെള്ളം ഒന്ന് കുറച്ച് വറ്റണം. ഇതിനകത്തേക്ക് നമ്മൾ 1 സ്പൂൺ കടുക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്ത് ചേർക്കണം. ഒരു 2 പച്ചമുളക് ഇങ്ങനെ ചെറിയ പീസാക്കിയിട്ട് അതുകൂടി ഒന്ന് ചേർക്കണം. 2ഓ 3ഓ കറിവേപ്പിലയുടെ ഇല കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമ്മൾ തീ ഓഫ് ചെയ്യണം. അപ്പം നന്നായിട്ട് കുറുകിയിട്ടുണ്ട് ഏകദേശം. അത് കഴിഞ്ഞ് നമ്മൾ തീ ഓഫ് ചെയ്ത് വെക്കും. ഇനിയിപ്പം നമ്മൾ ഇതിനകത്തേക്ക് ഈ തീ ഓഫ് ചെയ്ത് വെച്ചേക്കുവാണല്ലോ, ഇതിനകത്തേക്ക് നമ്മൾ ഒരു 1/2 ഗ്ലാസ് തൈര് കൂടി ചേർക്കണം. തൈര് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് ഇതിലേക്കൊരു മുളക് താളിച്ച് ഒഴിക്കുക. നമുക്കൊന്ന് മുളക് താളിച്ച് ചേർക്കാം. മുളക്, കടുക്, കറിവേപ്പില ഇത്രയും നമ്മളൊന്ന് താളിച്ചെടുക്കണം. ഇതിലേക്ക് നമ്മൾ ഈ താളിച്ചത് ചേർക്കണം. ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കിയാൽ നമുക്ക് സദ്യക്ക് കിട്ടുന്ന നല്ലൊരു പൈനാപ്പിൾ പച്ചടിയുടെ റെഡി ആയി കഴിഞ്ഞു. ഇതൊന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള പൈനാപ്പിൾ പച്ചടിയുടെ റെഡി ആയി കഴിഞ്ഞു. ഒരടിപൊളി പൈനാപ്പിൾ പച്ചടിയുടെ റെഡി ആയി കഴിഞ്ഞു.